സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പാതിക്ക് വെച്ച് ഒഴിവായി പോയ ഒരു യാത്രയുടെ ബാക്കിയാണ് ഹിമബൽ ഗോപാൽ സ്വാമി പെട്ട്. അതാണ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന മല. അതായത് ബത്തേരിയിൽ നിന്നും ഒരു 54 കിലോമീറ്റർ അകലെയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പകുതി വഴിയിൽ ബസ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വരിക. KSRTC കർണാടകയുടെ ബസ്സാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണം പോവാൻ. പിന്നെ യാത്രയിൽ കാണുന്ന കാഴ്ചകളൊക്കെ വലിയ അടിപൊളിയാണ്. ഒരാൾക്ക് 60 രൂപയാണ് ബസ് ചാർജ്. അതായത് KSRTC കർണാടക സ്റ്റേറ്റിൻ്റെ ബസ്സാണ്. അതിനകത്ത് 60 രൂപയ്ക്ക് അമ്പുണ്ടാവുന്നത്. നമുക്ക് മുകളിൽ പോയി ആ അമ്പലമൊക്കെ കണ്ട് പിന്നെ നമുക്ക് സമയമാകുമ്പോൾ ഇറങ്ങാം. രാവിലെ 8:30 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 4:30 വരെയാണ് ടൈമുള്ളത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ഈ അമ്പലമാണ് കാണാൻ പറ്റിയ. ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാം. അത് കൂടാതെ അപ്പുറത്തോട്ട് പോകാനൊന്നും പറ്റൂല. ഈ മലനിരകളിലൂടെ നടന്ന് പോകാനോ ഇറങ്ങാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. മാക്സിമം ഒരു രാവിലെ സമയത്ത് വരിക. അതാകുമ്പോൾ കുറച്ചുകൂടി വിഷ്വൽസ് ഉണ്ടാവും. എന്താ പറയുക, രാവിലെ കുറച്ചും കൂടി മേഘങ്ങളൊക്കെ താന്നിരിക്കുന്നതുകൊണ്ടും പിന്നെ ഇത്രമാത്രം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മലനിരകളൊക്കെ കാണാൻ നല്ല പച്ചപ്പോട് കൂടി കാണാൻ നല്ലൊരു രസം ഉണ്ടാവും. പിന്നെ അവിടെയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും രാവിലെ. പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് വരും. വൈകുന്നേരം വെച്ചാൽ 4 മണിക്ക് ആണ് ലാസ്റ്റ് ബസ് ഇങ്ങോട്ട് കയറുന്നത്. 4:30 കയറിയ ബസ് ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചിറക്കുകയും ചെയ്യും. അപ്പോൾ ആ ടൈമിൽ വരുമ്പോഴോ ഏകദേശം ലൈറ്റ് കുറഞ്ഞ ദിവസങ്ങളിൽ വരിക. അല്ലാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ലൈറ്റുകളുണ്ട്, താഴേക്കൊന്നും വിഷ്വൽസ് കിട്ടില്ല. നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, താഴത്തെയൊക്കെ ഒരു ചെറിയ വിഷ്വൽസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടില്ലേ, അപ്പോൾ ലൈറ്റ് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ വിഷ്വൽസ്. അതാണ് താഴത്തെ. അത്രയും ഞാൻ എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ അത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് അട്രാക്ഷൻ അപ്പുറത്തെ സൈഡിലെ താഴ്വാരങ്ങളും ഈ പുൽമേടുകളുണ്ടല്ലോ, ആ പുൽമേടുകളാണ് ഇങ്ങനെ കാണുന്നത്. അതാണ് ഭയങ്കര രസം കാണാൻ. പക്ഷേ അത് തന്നെയും അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടും ഈ റോഡിനാണ് നമ്മൾ അവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ ഈ റോഡിൽ വന്നിട്ട് ആ ബസ് അവിടെ നിർത്തും. അവിടെ നമ്മൾ ഇറങ്ങും. എന്നിട്ട് ഈ അമ്പലത്തിലേക്ക് കയറും. ഈ അമ്പലത്തിൻ്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ നടക്കാം. പിന്നെ ബസ്സിൽ തിരക്കായിരുന്നു. തിരക്ക് കുറഞ്ഞ സമയങ്ങളിലൊക്കെ അത്യാവശ്യം എന്താ പറയുക, യാത്ര കംഫർട്ടായിരിക്കും. നമ്മളതിൽ തിരക്കുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ടാണ് വന്നത്. കൂടുതൽ കർണാടകക്കാരായിരുന്നു. എന്നാലും മലയാളീസ് ഒട്ടും കുറവെന്ന് പറയില്ല, മലയാളീസും ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കുറച്ച് പേരുണ്ടായിരുന്നു. ആ വഴി അതൊക്കെ നമ്മൾ ബസ് വന്ന വഴിയാണ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ അവിടെ ഒന്നും ബസ് നിർത്തില്ല. ബസ് ഇവിടെ നിർത്തുള്ളൂ. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരിക. അമ്പലം കാണുക. അമ്പലത്തിൽ കയറുന്നവർ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കത്തില്ല. അമ്പലത്തിൽ കയറും. അവിടം വരെയുള്ള റോഡ് അവിടെ ക്ലോസ് ആണ്. പിന്നെ അങ്ങോട്ട് റോഡില്ല. അപ്പം അതാണൊരു ഇതുള്ളത്. അതായത് ഫ്രീ ആയിട്ട് കുറേ പോയിരിക്കാനോ ഇതാക്കാനൊന്നും നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അമ്പലത്തിൽ കയറുക, പ്രാർത്ഥിക്കുക. പിന്നെ ഈ സൈഡും ആ സൈഡും നമുക്ക് ഒത്തിരി നേരം ഇരുന്ന് നമ്മളൊന്ന് കൂളായിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് ഒന്ന് മനസ്സൊക്കെ ഒന്ന് കൂളായി നമുക്ക് തിരിച്ചു പോവാം. പിന്നെ അമ്പലത്തിൻ്റെ എല്ലാവർക്കും അറിയാം, അമ്പലത്തിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു ശാന്തത, സമാധാനം, തണുപ്പ്. ഞാൻ ഇത്ര ഹൈറ്റിലുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇതിപ്പോൾ തണലുള്ള ഭാഗത്ത് കൂടെ ഞാനിങ്ങനെ കാല് ചവിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു തണുപ്പൊക്കെ നമുക്ക് ശരീരം മൊത്തം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റേതായ ഒരു അമ്പലത്തിൻ്റെ ഒരു എല്ലാ പ്രകൃതിയുള്ളൊരു എന്താ പറയുക, ഒരു ശാന്തതയും ഒഴുക്കും ഈ സ്ഥലത്തിനുണ്ട്. ആ സമാധാനം ഈ സ്ഥലത്തിനുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഇത്രയും നല്ലൊരു വ്യൂവിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു രസമാണല്ലോ.
ആ ഒരു രസം വൈബ് ഇവിടെ ഉണ്ട്. പിന്നെ അതിന് ഒരു ശാന്തത, ഭയങ്കരമായ ശാന്തത, ഭയങ്കരമായ മനസ്സൊക്കെ ഭയങ്കര നമുക്ക് വന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല സമയമുണ്ട്, ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് പണ്ടൊക്കെ ആനയൊക്കെ വരാതിരിക്കാൻ കാടാണ് ചുറ്റും. അപ്പോൾ കാടിൻ്റെ ഉള്ളിലാണിത്. അപ്പോൾ ആനയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടിയതായിരുന്നു തോന്നുന്നു. ഇപ്പം എന്തായാലും അത് കറണ്ട് കമ്പി ആയിരിക്കണം പണ്ടത്തെ, പക്ഷേ ഇപ്പം പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ നീർത്തടാകമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽസ്. നല്ല ഭംഗിയുണ്ട്. ഇനി കുറച്ച് രാവിലെയൊക്കെ എത്താൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ 8 മണി മുതലാണ് ബസ് റൂട്ട് വരുന്നത്. പക്ഷേ ശരിക്കും രാവിലെ ഒരു 5 മണിക്കൊക്കെ ഇവിടെ എത്തി സൺറൈസ് ഒക്കെ കാണാൻ കഴിയാൻ ഭാഗ്യം കിട്ടിയായിരുന്നെങ്കിൽ ഏറ്റവും നല്ല മനോഹരമായ ഇടങ്ങളിലൊരു ഇടം. പിന്നെ അതേപോലെ അവിടേക്ക് ഒന്ന് പോയിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല എന്താ പറയുക, ഉഷാറായതിന്, നല്ല വൈബായാണ്, അതൊരു ഫീൽ കിട്ടുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അതിന് നമുക്ക് പറ്റില്ല. ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോകാനോ ഈ പുള്ളികളിരിക്കണം ഒന്നും പറ്റില്ല. ജസ്റ്റ് ഇവിടെ ഇരിക്കാം അത്രമാത്രം. ഓക്കെ. ചുറ്റും ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടൊന്നും എൻട്രി അനുവദിക്കാത്തത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പം വേറൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ഈ നിന്ന സ്ഥലത്ത്, അതായത് ഇപ്പം ഞങ്ങൾ ഈ നടക്കുന്ന ഈ ഒരു ലൊക്കേഷനിലൊക്കെ ആയിട്ട് ആന വന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആന വരാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു പന്നിക്കുട്ടികളൊക്കെ മേലെ നടക്കുന്നത് കണ്ടു ഇവിടെ ഇരിക്കുന്ന സമയത്ത്. ഞങ്ങൾ ആന വന്ന ലൊക്കേഷൻ വീഡിയോ ഞാനിതാ അവസാനം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ തിരിച്ചു പോകുമ്പോഴാണ് ആന വന്നത്. ആനേനെ സ്പോട്ട് ചെയ്യുന്നത് ബസ്സിൽ കയറി തിരിച്ചു പോകാം. നമുക്ക് ബസ് രാവിലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഇവിടെ നിന്ന് വൈകുന്നേരം ബസ്സിലൊക്കെ തിരിച്ചു പോകാം. ഇപ്പം ഉച്ച കഴിഞ്ഞിട്ടാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്, ലാസ്റ്റ് ബസ് ഏകദേശം 5:30-ക്കൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോഴൊക്കെ വേണമെങ്കിൽ തിരിച്ചു പോയാൽ മതി. പക്ഷേ ഇങ്ങനെ ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നല്ല മനോഹരമായൊരു അനുഭൂതി തന്നെയായിരുന്നു ഇവിടെ. എന്തുകൊണ്ടും എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തെ വീഡിയോസാണ്. ഈ മുന്നിൽ കാണുന്നതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ KSRTC വഴി മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് KSRTC ടിക്കറ്റ് എടുത്ത് എല്ലാവരും പോയി കാണണം. നല്ലൊരു എക്സ്പീരിയൻസാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.